അപ്പോൾ തെരഞ്ഞെടുപ്പ് പര്യടനം തുടങ്ങുകയാണ്. ആദ്യം കൊല്ലത്തേക്ക്. കൊല്ലം എല്ലാം കൊണ്ടും ഒരു ചരിത്രം സൃഷ്ടിക്കുക. UDFിൻ്റെ ആദ്യമായി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ശ്രീ NK പ്രേമേന്ദ്രൻ. UDFിൻ്റെ കേരളത്തിലെ ആദ്യത്തെ കൺവെൻഷൻ കൊല്ലം. ഇനി അടുത്ത മെയ് മാസം 23-ാം തീയതി ആദ്യമായി പ്രഖ്യാപിക്കുന്ന UDFിൻ്റെ MP ശ്രീ പ്രേമേന്ദ്രനായിരിക്കണം എന്ന് അടിവരയിട്ട് ഞാൻ പറയുക. ആര് പറഞ്ഞു NDയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല? NDയുടെ സ്ഥാനാർത്ഥി തന്നെയാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി, ഇവിടുത്തെ MP. ആരാണ് അദ്ദേഹം? നരേന്ദ്രമോദിയുടെ മാനസപുത്രൻ, നരേന്ദ്രമോദിയുടെ ആരാധകനും ഭക്തനും ശിഷ്യനുമായ പ്രേമചന്ദ്രനാണ് ഇവിടെ മത്സരിക്കുന്നത്. പ്രധാനപ്പെട്ട ബില്ലുകൾ ചർച്ചയ്ക്ക് വന്നപ്പോൾ ആ ചർച്ചകളിലെല്ലാം പങ്കെടുത്ത് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയത് ശ്രീ NK പ്രേമചന്ദ്രൻ. മുത്തലാഖ് ബില്ലിൻ്റെ ചർച്ച വന്നപ്പോൾ കേരളത്തിൽ നിന്ന് 3 പേർ പ്രസംഗിച്ചത് ഇപ്പോൾ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ശ്രീ ശശി തരൂരും പൊന്നാനിയിൽ മത്സരിക്കുന്ന ET മുഹമ്മദ് ബഷീറും കൊല്ലത്ത് മത്സരിക്കുന്ന ശ്രീ NK പ്രേമചന്ദ്രനും. ഇവിടെ സംഘികൾക്കെതിരെ വീരവാദം മുഴക്കുന്ന കോടിയേരിയുടെ പാർട്ടിക്കാരനാണ് P. കരുണാകരനായിരുന്നു അവരുടെ പാർട്ടി നേതാവ്. മുത്തലാഖ് ചർച്ചയിൽ P. കരുണാകരൻ വായ തുറന്നിട്ടുണ്ടോ? അപ്പൊ സംഘികളുടെ നേതാവായിട്ടുള്ള നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി 4 വർത്താനം പറഞ്ഞത് മാർക്സിസ്റ്റുകാരായിരുന്നില്ല, ശ്രീ NK പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള UDFിൻ്റെ ജനപ്രതിനിധികളായിരുന്നു. അദ്ദേഹം ഒരു പാർലമെൻറ്റ് സീറ്റിന് വേണ്ടി മുന്നണി വിട്ട ആളാണ്. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അദ്ദേഹം ജയിച്ചാൽ മറ്റൊരു അപകടമുണ്ട്. നരേന്ദ്രമോദിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി വന്നാൽ സഹായിക്കാൻ അദ്ദേഹം ചിലപ്പോൾ ശ്രമിച്ചേക്കും. കാരണം ഒരു പാർലമെൻറ്റ് സീറ്റിൽ കിട്ടാൻ വേണ്ടി തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തുടക്കം മുതൽ മുന്നോട്ട് കൊണ്ടുവന്ന ഇടതുപക്ഷ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒരു രാത്രി കൊണ്ട് തള്ളിപ്പറഞ്ഞ് UDFിൽ പോയ ആളാണ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AKG സെൻട്രൽ ഇരുന്ന ശ്രീ പിണറായി വിജയൻ CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അവിടെ പൂഞ്ഞാറിൽ പ്രഖ്യാപിച്ച CPMൻ്റെ സ്ഥാനാർത്ഥി ആരായിരുന്നു? അൽഫോൺസ് കണ്ണന്താനം. പിറ്റേന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഞാനില്ല, എന്നെ മോഡി വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകാമെന്ന്. നമ്മളെ ബാലഗോപാൽ പാർലമെൻറ്റിൽ പോയാൽ, ചിറ്റയം ഗോപകുമാർ പാർലമെൻറ്റിൽ പോയാൽ ഒരു പ്രതിസന്ധി വന്നാൽ ഇവരെ റിസോർട്ടിൽ കൊണ്ടുപോയി താമസിക്കേണ്ട കാര്യമില്ല. ബാലഗോപാലൻ ആട്ടോറിക്ഷ പിടിച്ച് പാർലമെൻറ്റിന് മുമ്പിൽ ചെന്ന് ഇറങ്ങി മതേതര ഗവൺമെൻറ്റിന് വേണ്ടി കൈ ഉയർത്തി വോട്ടിട്ട് കൊടുത്തേച്ച് വരും. അതിനൊരു സംശയവും വേണ്ട. കേരളത്തിലെ അത്തരത്തിലൊരു അവസ്ഥ വന്നാൽ ഞാനോ നൗഷാദോ രാമചന്ദ്രൻപിള്ള ചേട്ടനോ വിജയണ്ണനോ ഒരു പേടിയും വേണ്ട, ഒരു റിസോർട്ടിൽ താമസിക്കേണ്ട. ഞങ്ങളെപ്പോഴും വിജയണ്ണൻ പറയണ എന്തൊന്നും അടുത്തായിരിക്കുന്നത്, ഇതവനൊക്കെ വേറെ ജോലിയൊന്നുമില്ല. ഓട്ടോറിക്ഷ പിടിച്ച് ബാലഗോപാൽ പാർലമെൻറ്റ് മുമ്പിൽ ഇറങ്ങി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കൂട്ടിയും വിപ്പ് പോലും കിട്ടണ്ട, അത്ര കൃത്യമായി ചെയ്തിരിക്കും. അതിൽ നമുക്ക് അഭിമാനത്തോട് പറയാം. ആ ഉറപ്പ് ജനങ്ങൾ കൊടുക്കണം. അല്ലാതെ കർണാടകത്തിൽ പോലെ 10 ദിവസം മറ്റവൻ്റെ തലവറയിൽ അവിടെ കിടന്ന് വെള്ളം അടിച്ച് വെച്ച് ബിയർ കുപ്പി പൊട്ടിച്ച് തലയ്ക്കടിക്കുക, ഇതൊന്നും നമ്മുടെ സംസ്കാരത്തിൽപ്പെട്ടതല്ല. അതൊക്കെ അവരുടെ സംസ്കാരമാണ്. വിശ്വനാഥ മേനോൻ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്ന വിശ്വനാഥ മേനോൻ EK നായരുടെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന വിശ്വനാഥ മേനോൻ, എറണാകുളം ലോക്സഭയിൽ ആദ്യമായി ചെങ്കൊടി പറപ്പിച്ച വിശ്വനാഥ മേനോൻ പോയില്ലേ BJPക്കാരുടെ കൂടെ? കഴിഞ്ഞ ദിവസം ബംഗാളിലെ CPMൻ്റെ ഒരു MLA പോയില്ലേ BJPക്കാരുടെ കൂടെ? എന്തിനാ മഹാരാഷ്ട്രയിൽ നിന്നുള്ള CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി ഒരു അംഗത്തിനെ എന്തിനാ ശാസിച്ചത് പാർട്ടി? എന്തിനാ 3 മാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്? നരേന്ദ്രമോദിയോടൊപ്പം സ്റ്റേജിലിരുന്ന് നരേന്ദ്രമോദിയെ സ്തുതിച്ചതിനാണ് CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പം മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ള സ്ഥിതി ഇതാണെങ്കിൽ 29 സംസ്ഥാനങ്ങളിലും വേരോട്ടമുള്ള 6 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ വേരോട്ടമുള്ള കോൺഗ്രസിൽ നിന്ന് ഏതോ 1-2 ആളുകൾ പോയി എന്നുള്ളതാണോ ഇത്ര വലിയ കാര്യം?